നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം, മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ അഭിഭാഷകയായ ഫിർദൌസും ജഡ്ജി ഹരീഷ് ചന്ദ്രയും സാമൂഹിക ധാരണകൾ തകർത്ത് വിവാഹം കഴിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. രാത്രി കടന്നുപോയി, ശരീരങ്ങളുടെ കൂടിച്ചേരൽ പൂർത്തിയായി. എന്നാൽ ഇപ്പോൾ വെല്ലുവിളി മനസ്സുകളുടെ കൂടിച്ചേരലാണ്. ഈ വിവാഹം വെല്ലുവിളികളുടെ സംഗമമാണ്. മതവും ആചാരങ്ങളും, ഇരുവരും വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ്. അവരുടെ ഭക്ഷണക്രമങ്ങളും മതവിശ്വാസങ്ങളും തീർത്തും വിപരീതമാണ്. ഭൂതകാലത്തിന്റെ നിഴൽ. ഹരീഷ് ചന്ദ്ര വിധവനാണ്, ഫിർദൌസ് വിവാഹമോചിതയും. അവർ തങ്ങളുടെ മുൻ പങ്കാളികളുടെ നല്ല ഓർമ്മകൾ വെച്ച് ഈ പുതിയ പ്രണയത്തെ അളക്കുമോ? 10 വർഷത്തെ വ്യത്യാസം. ആശയപരമായ പക്വതയിലെ ഈ വ്യത്യാസം അവരുടെ ബന്ധത്തിൽ പിരിമുറുക്കം സൃഷ്ടിക്കുമോ? വിവാഹരാത്രിയിലെ സമ്മാനം. അതിൽ ഒരു സ്റ്റൈലിഷ് ബുർഗയും ഉൾപ്പെടുന്നു. ഫിർദൌസിനെ എങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്ന് നിങ്ങൾ കേൾക്കും. ഹരീഷ് ചന്ദ്ര അവളെ പാരമ്പര്യത്തിന്റെ പരിധിക്കുള്ളിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നീട് മാംസാഹാരം വേഴ്സസ് സസ്യാഹാരം എന്ന വെല്ലുവിളി വരുന്നു. ഫിർദൌസിന്റെ മാംസാഹാര ശീലം നിറവേറ്റാൻ ഹരീഷ് ചന്ദ്ര വീട്ടിൽ 2 അടുക്കളകൾ സ്ഥാപിക്കുമോ? അതോ ഈ ചെറിയ കാര്യം അവരുടെ വൈകാരിക അതിർച്ചയ്ക്ക് വലിയ കാരണമായി മാറുമോ? തന്റെ സ്വകാര്യ ജീവിതകാര്യത്തിൽ ജഡ്ജിയുടെ പങ്ക് വഹിക്കുന്ന അഭിഭാഷകയായ ഫിർദൌസിനെയും തന്റെ ഭാര്യയുടെ യുക്തിയുടെ അസാധാരണ ശൈലിയെ പ്രശംസിക്കുന്ന ജഡ്ജി ഹരീഷ് ചന്ദ്രയെയും നിങ്ങൾ കേൾക്കും. യുക്തിയുടെയും ആദരവിന്റെയും ഈ അടിത്തറ ഹരീഷ് ചന്ദ്രയുടെയും ഫിർദൌസിന്റെയും ബന്ധത്തെ യഥാർത്ഥ മനുഷ്യരുടെ കൂടിച്ചേരലായി മാറ്റാൻ കഴിയുമോ? കൂടാതെ ഫിർദൌസ് ഒടുവിൽ തന്റെ ഭർത്താവിന്റെ കൈകളിൽ സ്വർഗീയ സന്തോഷവും സ്വാതന്ത്ര്യത്തിന്റെ അനുഭവവും നേടുമോ? എന്നോടൊപ്പം തുടരുക മാനവ പരിചയം എന്നതിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 3. ശരീരങ്ങളുടെ കൂടിച്ചേരൽ, മനസ്സിന്റെ വെല്ലുവിളി. രാത്രി. ശരീരങ്ങൾ ഒന്നായി കഴിഞ്ഞിരുന്നു. ശരീരങ്ങൾ ഒന്നാകാനുള്ള സാമൂഹിക മുൻവ്യവസ്ഥ സ്ത്രീ പുരുഷന്മാർ വിവാഹിതരാകുക എന്നതാണ്. ഫിർദൌസിന്റെ മുത്തലാഖ് കേസ് കേൾക്കുന്നതിനിടയിൽ വിധവനായ ജഡ്ജി ഹരീഷ് ചന്ദ്ര ഫിർദൌസിനോട് അനുരാഗത്തിലായി. കൂടാതെ ഫിർദൌസ് ഹരീഷ് ചന്ദ്രയുടെ നിർദ്ദേശം സ്വീകരിച്ചതിനാൽ ഇപ്പോൾ വിവാഹം പൂർത്തിയായി. അതുകൊണ്ട് അവരുടെ ശരീരങ്ങളുടെ കൂടിച്ചേരൽ ഒരു അദ്ഭുത വിഷയമായിരുന്നില്ല. ഇപ്പോൾ മുന്നിലുള്ള വെല്ലുവിളി മനസ്സോടുള്ള മനസ്സിന്റെ കൂടിച്ചേരലാണ്. ഹരീഷ് ചന്ദ്രയുടെയും ഫിർദൌസിന്റെയും മനസ്സുകൾ ചേരുന്നതിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഒന്നാമതായി, ഇരുവരും വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് എന്ന വ്യക്തമായ കാരണം. ഇതുകാരണം അവരുടെ മതവിശ്വാസങ്ങൾ, കുടുംബ ആചാരങ്ങൾ, ഭക്ഷണക്രമങ്ങൾ എന്നിവ തികച്ചും വിപരീതമാണ്. കൂടാതെ 10 വർഷത്തെ പ്രായവ്യത്യാസം അവരുടെ ആശയപരമായ പക്വതയിലെ വിടവും ഒരു കഠിനമായ വെല്ലുവിളിയാക്കി മാറ്റിയേക്കാം. ഇവരിൽ ഒരാൾ വിധവനാണെന്നതും മറ്റൊരാൾ വിവാഹമോചിതയാണെന്നതുമായ മുൻ ദാമ്പത്യത്തിന്റെ ചരിത്രവും തന്റെ രീതിയിൽ ഒരു വെല്ലുവിളിയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ നല്ല ഓർമ്മകൾ മനുഷ്യ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നത് മനുഷ്യസഹജമായ പ്രവണതയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ ഇടയ്ക്കിടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ലളിതവും സ്വാഭാവികവുമാണ്. ഇവിടെ ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ സ്വഭാവത്തെ തന്റെ മുൻ മരണപ്പെട്ട ഭാര്യയുടെ സ്വഭാവവുമായി താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫിർദൌസ് തന്റെ ആദ്യ ഭർത്താവ് നാസിറിനെ ഓർമ്മിച്ചുകൊണ്ട് ഹരീഷ് ചന്ദ്രയുടെ സ്നേഹത്തെ പരിശോധിക്കുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ ഇരുവരും മനസ്സിൽ തങ്ങളുടെ മുൻ പങ്കാളികളെ നല്ല ഓർമ്മകൾ മനസ്സിൽ തങ്ങിനിൽക്കുന്നതിനാൽ ഇപ്പോഴത്തെ ഭർത്താവുമായോ ഭാര്യയുമായോ താരതമ്യം ചെയ്യുകയും വിവിധ സന്ദർഭങ്ങളിൽ ദുഃഖിതരാവുകയും ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചാൽ അവരുടെ മനസ്സുകളുടെ കൂടിച്ചേരൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായി മാറും. അതിനാൽ കൂടിച്ചേരലിന്റെ ആദ്യ രാത്രിക്ക് ശേഷം ഓരോ ഘട്ടത്തിലും വൈകാരിക ഭിന്നതകളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യ രാത്രിയിൽ ഭാര്യയ്ക്ക് സമ്മാനം നൽകുന്ന ചടങ്ങ് ഹരീഷ് ചന്ദ്രയും നിർവഹിച്ചു. ഫിർദൌസിന് ലഭിച്ച വലിയ സമ്മാനപ്പൊതി അവൾ അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞു തുറന്നു. സമ്മാനത്തിൽ വസ്ത്രങ്ങൾ, എംബ്രോയിഡറി ചെയ്ത ചുരിദാർ കുർത്ത, ദുപ്പട്ട എന്നിവയോടൊപ്പം ഒരു സ്റ്റൈലിഷ് ബുർഗയും ഉണ്ടായിരുന്നു. ആഭരണങ്ങളിൽ ഒരു സ്വർണ്ണ മൂക്കുത്തിയും കനമുള്ള വെള്ളി പാദസരങ്ങളും ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും പരമ്പരാഗത മുസ്ലിം സ്ത്രീയുടെ ഇഷ്ടം ഹരീഷ് ചന്ദ്ര ശ്രദ്ധിച്ചിരുന്നതിൽ ഫിർദൌസ് ആശ്ചര്യപ്പെട്ടു. ബുർഗ കണ്ടപ്പോൾ ഫിർദൌസിന് കൂടുതൽ ആശ്ചര്യം തോന്നി. മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ചതിനുശേഷം ബുർഗ ഉപേക്ഷിക്കാൻ അവൾ സ്വയം മാനസികമായി തയ്യാറെടുത്തിരുന്നു. എങ്കിലും ഫിർദൌസ് ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ താൽപര്യം ഗൗരവമായി കണക്കാക്കി എന്ന് ഓർത്ത് വളരെ സന്തോഷിച്ചു. ഹരീഷ് ചന്ദ്ര ഇപ്രകാരം ഫിർദൌസിന്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകിയാൽ തന്റെ രണ്ടാമത്തെ ദാമ്പത്യം വളരെ സുഖകരമായിരിക്കുമെന്ന് ഫിർദൌസിന് തൃപ്തി തോന്നി. അപ്പോൾ ഫിർദൌസ് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി സമ്മാനത്തെ പ്രശംസിച്ചു. അടുത്ത് ആരുമില്ലാത്തതിനെ ഒരു അവസരമായി കരുതി ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ തന്റെ കൈകളിലെടുത്തു. ഫിർദൌസ് എതിർക്കാതെ ഹരീഷ് ചന്ദ്രയുടെ കണ്ണുകളിൽ നോക്കി കൃത്രിമമായ കൊഞ്ചൽ പ്രകടിപ്പിച്ചുകൊണ്ട് കളി പറഞ്ഞു. പോവൂ ജി, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജി? നിങ്ങൾ സമ്മാനമായി എനിക്ക് ബുർഗ തന്നത് എന്തുകൊണ്ടാണ്?
ഇനി മുതൽ ഞങ്ങൾ ബുർഗ ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ കവിളിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ധരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ധരിക്കേണ്ട. ഫിർദൌസ് ഹരീഷ് ചന്ദ്രയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ബുർഗ നിങ്ങൾ തന്നെ ധരിക്കൂ. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ജഡ്ജിയുടെ ഗൗൺ ധരിക്കുന്നതിനു പകരം ബുർഗ ധരിച്ചു വിചാരണ ചെയ്യുകയും നീതി നൽകുകയും ചെയ്യേണ്ടതുണ്ടോ? ഇതുകേട്ടപ്പോൾ കോടതി മുറിയുടെ ഒരു സങ്കല്പ ചിത്രം ഫിർദൌസിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അതിൽ ജഡ്ജി സാബ് ഹരീഷ് ചന്ദ്ര ബുർഗ ധരിച്ച് വിചാരണ നടത്തുന്നു. അതിൽ ഫിർദൌസ് തന്നെ ഒരു കക്ഷിക്കുവേണ്ടി വാദിക്കുന്നു. ഈ ഭാവനയിൽ ഫിർദൌസിന് ചിരി അടക്കാനായില്ല. അവൾ ഭർത്താവിന്റെ കൈകളിൽ കിടന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത്രയും ഉറക്കെ ചിരിക്കാൻ എന്താണ് കാര്യം? ഞങ്ങളോടും കൂടി പറയൂ. ഇല്ല, ബുർഗ നിങ്ങൾക്ക് ചേരില്ല. നിങ്ങളും വേണ്ട, ഞാനും വേണ്ട. ബുർഗ ഞങ്ങൾ രണ്ടുപേരും ധരിക്കില്ല. അപ്പോൾ ഹരീഷ് ചന്ദ്രയുടെ മകൾ പാപ്പ പാപ്പ എന്ന് വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. ഫിർദൌസ് ഭർത്താവിന്റെ കൈകളിൽ നിന്ന് പുറത്തുവന്ന് അവളെ എടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ പാപ്പ പാപ്പ എന്ന് വിളിക്കരുത്, മമ്മ മമ്മ എന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഫിർദൌസ് അവളെയും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഹരീഷ് ചന്ദ്ര ചിന്തിക്കാൻ തുടങ്ങി. നല്ല തുടക്കം, എന്നാൽ പകുതി പൂർത്തിയായി. അടുത്ത 3 ദിവസവും ഹരീഷ് ചന്ദ്ര ഫിർദൌസ് എല്ലായ്പ്പോഴും കൂടുതൽ സന്തോഷവതിയായി ഇരിക്കുന്നത് അനുഭവിച്ചു. എന്നാൽ ഡൈനിംഗ് ടേബിളിൽ ഫിർദൌസ് അദ്ദേഹത്തിന് ഗൗരവമുള്ളവളായി കാണപ്പെട്ടു. 4-ാം ദിവസം രാവിലെ അടുക്കളയിൽ ഫിർദൌസ് കുക്കിനോട് തനിക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയാം എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഫിർദൌസ് കുക്കിനോട് എന്താണ് ചോദിച്ചത് എന്ന് ഹരീഷ് ചന്ദ്രക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുക്ക് പറഞ്ഞത് ഇതാണ്, ഇല്ല ഇല്ല മാഡംജി, ഞങ്ങൾ മാംസാഹാരം കഴിക്കുകയുമില്ല, ഉണ്ടാക്കുകയുമില്ല, ഞങ്ങൾ ബ്രാഹ്മണരാണ്. ഇത്രയും അദ്ദേഹം കേട്ടു. ഹരീഷ് ചന്ദ്രക്ക് മുഴുവൻ കാര്യവും മനസ്സിലായി. പിന്നീട് ഹരീഷ് ചന്ദ്ര കോർട്ടിലേക്ക് പോയി. അന്ന് ഹരീഷ് ചന്ദ്ര കോർട്ടിൽ നിന്ന് മടങ്ങിയെത്തുന്നതിനു മുൻപ് വൈകുന്നേരം അവരുടെ ബംഗ്ലാവിലേക്ക് ഒരു ഗുഡ്സ് ഓട്ടോ വന്നു. ജോലിക്കാരൻ വാതിൽ തുറന്നപ്പോൾ ഓട്ടോയിൽ നിന്ന് 4 കാർട്ടണുകൾ ഇറക്കി അകത്തേക്ക് കൊണ്ടുവരുന്നത് ഫിർദൌസ് കണ്ടു. ഓട്ടോയിൽ വന്ന കടയിലെ ആളോട് ഫിർദൌസ് ചോദിച്ചു, ഇതെന്താണ്? അയാൾ മറുപടി പറഞ്ഞു, ജഡ്ജി സാബ് ഒരു ഫ്രിഡ്ജ്, മൈക്രോവേവ്, ഗ്യാസ് സ്റ്റവ്, കുറച്ച് പാചകപാത്രങ്ങൾ എന്നിവ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫിർദൌസ് അവയെ സ്റ്റോർ റൂമിൽ വെക്കാൻ ജോലിക്കാരനോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഹരീഷ് ചന്ദ്ര വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ചായ കുടിക്കുന്നതിനിടയിൽ ഫിർദൌസ് അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിലെ സാധനങ്ങളെല്ലാം ഇപ്പോഴും നന്നായിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പുതിയത് വാങ്ങിയത്? ഹരീഷ് ചന്ദ്ര വിശദീകരിച്ചു, നമ്മുടെ കുക്ക് സസ്യാഹാരമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മാംസാഹാരത്തിനായി മറ്റൊരു കുക്കിനെ വെക്കേണ്ടി വരും. അതിനായി ഈ സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇതിന് ഫിർദൌസ് ചോദിച്ചു, നിങ്ങൾ നോൺ വെജ് കഴിക്കുമോ? ഹരീഷ് ചന്ദ്ര മറുപടി പറഞ്ഞു, ഇല്ല. ഫിർദൌസ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ തുടങ്ങാൻ പദ്ധതിയുണ്ടോ? ഹരീഷ് ചന്ദ്ര മറുപടി പറഞ്ഞു, ഇല്ല, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ സസ്യാഹാരം മാത്രമാണ് കഴിക്കുന്നത്. 35 വർഷമായി ഞാൻ കഴിക്കാത്ത ഒന്നിനെ ഇപ്പോൾ കഴിച്ചു തുടങ്ങുന്നത് എനിക്ക് അനാവശ്യമായി തോന്നുന്നു. ഫിർദൌസ് അപ്പോൾ ചോദിച്ചു, എങ്കിൽ നിങ്ങൾ മാംസാഹാരം പാചകം ചെയ്യാനും വെക്കാനും വേണ്ടി ഈ പ്രത്യേക സാമഗ്രികൾ എന്തിനാണ് വാങ്ങിയത്? ഫിർദൌസ്, നിങ്ങൾ തുടക്കം മുതൽ നോൺ വെജ് കഴിക്കുന്നതിന്റെ രുചി അറിഞ്ഞിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ പുതിയ വീട്ടിൽ നിങ്ങൾക്ക് അതിന്റെ കുറവ് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഫിർദൌസ് പറഞ്ഞു, ഇല്ല, ഞാനിവിടെ നോൺ വെജ് കഴിക്കില്ല. നമ്മുടെ മകൾ ഇപ്പോഴും നിഷ്കളങ്കയാണ്. അവളുടെ അമ്മ നോൺ വെജ് കഴിച്ചിരുന്നില്ല എന്ന് അവൾക്കറിയില്ല. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ അവൾ നോൺ വെജ് ആവശ്യപ്പെട്ടേക്കാം. അത് ശരിയാവില്ല. ഫിർദൌസ്, നമ്മുടെ വിവാഹത്തിൽ ഒരു നിബന്ധനകളും ഉണ്ടായിരുന്നില്ല. എന്നെ വിവാഹം കഴിച്ചതിന്റെ വില നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു അഭിഭാഷകയാണ്. എന്റെ വാദം ഇതാണ്, നിങ്ങൾ അത് കഴിക്കാതെ 35 വർഷം ജീവിച്ചു. അതിനെ എന്റെ 25-ാം വയസ്സിൽ ഞാൻ ഉപേക്ഷിച്ചാൽ ഞാൻ മരിക്കില്ലല്ലോ. ഹരീഷ് ചന്ദ്രയ്ക്ക് ഒരു മറുപടിയും തോന്നിയില്ല. ഇത് കണ്ട് ഫിർദൌസ് വീണ്ടും പറഞ്ഞു, ജഡ്ജി സാബ്, നിങ്ങൾ എന്തിനാണ് മൗനം പാലിക്കുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കൂ. ഹരീഷ് ചന്ദ്ര ആദ്യം ചിന്തിച്ചു, എന്നിട്ട് മനസ്സിൽ എന്തോ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ വസ്തുതകളും വാദങ്ങളും കേട്ട ശേഷം ഈ കോടതി ആദ്യം ഒരു അഭിഭാഷക തന്റെ എല്ലാ വാദങ്ങളും സ്വന്തം ഭാഗത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്നതിനെ പ്രശംസിക്കുന്നു. ഇതിനു വിപരീതമായി അഭിഭാഷക ഫിർദൌസ് തന്റെ ഭാഗത്തിന് അനുകൂലമായി വാദങ്ങൾ അവതരിപ്പിക്കുന്നതിനു പകരം നീതിക്ക് അനുകൂലമായി വാദങ്ങൾ അവതരിപ്പിച്ചു. അതായത് അഭിഭാഷകയായിരുന്നിട്ടും ഫിർദൌസ് ജഡ്ജിയുടെ പങ്ക് വഹിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഏകാംഗ ബെഞ്ച് 2 ജഡ്ജിമാരുടെയും തർക്കമില്ലാത്ത അഭിപ്രായത്തോടെ ഈ നവദമ്പതികളുടെ വീട്ടിൽ ഒരേയൊരു അടുക്കളയായിരിക്കും, അതിൽ സസ്യാഹാര ഭക്ഷണം മുൻപ് ഉണ്ടായിരുന്നതുപോലെ തന്നെ തുടർന്നും പാചകം ചെയ്യും എന്ന് വിധിക്കുന്നു. അതോടൊപ്പം തന്നെ എതിർകക്ഷി 2ാമത്തെ അടുക്കളയ്ക്കു വേണ്ടി വാങ്ങിയ സാമഗ്രികൾ ഉപയോഗിക്കാത്തതിനാൽ
ഉചിതമായ നഷ്ടപരിഹാരം സഹിതം കടയുടമയ്ക്ക് തിരികെ നൽകാനും ഉത്തരവിടുന്നു. അസാധാരണമായ ഒരു ശൈലിയിൽ ഹരീഷ് ചന്ദ്ര തന്നെ പ്രശംസിക്കുന്നത് ഫിർദൌസ് അനുഭവിച്ചു. ഈ പ്രശംസയിൽ അവൾ കൂടുതൽ സന്തോഷവതിയായി. ഫിർദൌസിനു വേണ്ടി നോൺ വെജ് ഉറപ്പാക്കാനുള്ള ഹരീഷ് ചന്ദ്രയുടെ ശ്രമം 4 ദിവസത്തിനുള്ളിൽ ഫിർദൌസിനുണ്ടായ രണ്ടാമത്തെ പ്രധാന കാര്യമായി തോന്നി. ഇത് ഫിർദൌസിന്റെ പ്രതീക്ഷകൾ മുൻകൂട്ടി കാണുന്നതിനും അത് നിറവേറ്റുന്നതിനും ഹരീഷ് ചന്ദ്ര വളരെ ഗൗരവത്തോടെ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇത് അനുഭവിച്ചുകൊണ്ട് ഫിർദൌസ് ഹരീഷ് ചന്ദ്രയോട് എഴുന്നേൽക്കാൻ പറയുന്നു. അപ്പോൾ ഹരീഷ് ചന്ദ്ര കൗതുകത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഫിർദൌസ് അദ്ദേഹത്തിന്റെ തോളിൽ തലവെച്ച് തന്റെ 2 കൈകളും ഹരീഷ് ചന്ദ്രയുടെ പുറത്ത് വെക്കുന്നു. ഹരീഷ് ചന്ദ്ര സ്നേഹത്തോടെ അവളുടെ പുറത്ത് തട്ടുന്നു. ഈ നിലയിൽ ഏതാനും മിനിറ്റുകൾ നിന്നുകൊണ്ട് ഫിർദൌസ് സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. അപ്പോൾ സന്തോഷത്തിൽ മുഴുകിയ അവളുടെ മനസ്സിൽ ഈ ചിന്ത വരുന്നു: ഹരീഷ് ചന്ദ്രയിൽ യഥാർത്ഥ മനുഷ്യന്റെ പരിചയം നൽകുന്ന ഗുണങ്ങളുണ്ട്. ഈ വിവാഹം മൂലം ശരീരം കൊണ്ടുള്ള ശരീരത്തിന്റെ കൂടിച്ചേരലിനൊപ്പം മനസ്സുകൊണ്ടുള്ള മനസ്സുകളുടെ കൂടിച്ചേരലും എന്നേക്കുമായി നിലനിൽക്കും എന്ന കാര്യത്തിൽ അവൾക്ക് ഇനി ഒരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം: ശരീരങ്ങളുടെ കൂടിച്ചേരൽ, മനസ്സിന്റെ വെല്ലുവിളി. ഈ എപ്പിസോഡ് ദാമ്പത്യ സ്നേഹത്തെ ത്യാഗങ്ങളോ വ്യവസ്ഥകളോ അടിച്ചേൽപ്പിക്കുന്നതിനു പകരം പരസ്പരം അതിരുകളെ ബഹുമാനിക്കുന്ന രൂപത്തിൽ നിർവചിക്കുന്നു. 1. ബോർഗയുടെ വിരോധാഭാസം, ദ വെയിൽ പാരഡോക്സ്. ബോർഗയുടെ സമ്മാനവും അതിനെക്കുറിച്ച് നടത്തിയ തമാശയും ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ മുൻകാല ജീവിതത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ എങ്ങനെ ശ്രമിക്കുന്നു എന്നതിന്റെ ശക്തമായ പ്രതീകമാണ്. നാസിറിനെ സംബന്ധിച്ചിടത്തോളം ബന്ധനത്തിന്റെ പ്രതീകമായിരുന്ന ബുർഗ ഹരീഷ് ചന്ദ്രയുടെ കൈകളിൽ ലാളിത്യത്തിന്റെയും സ്വീകാര്യതയുടെയും വിഷയമായി മാറുന്നു. ജഡ്ജിയുടെ ഗൗണിനു പകരം ബുർഗ ധരിച്ച് നീതി നൽകും എന്ന അദ്ദേഹത്തിന്റെ തമാശ അദ്ദേഹത്തിന്റെ സമഗ്രമായ മാനസികാവസ്ഥയെയും ഹാസ്യത്തിലൂടെ മുൻവിധികളെ തകർക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും എടുത്തുകാണിക്കുന്നു. 2. ഭക്ഷണത്തിന്റെ നീതി, ദ ജസ്റ്റിസ് ഓഫ് ഫുഡ്. മാംസാഹാരത്തിന്റെയും സസ്യാഹാരത്തിന്റെയും വിഷയം കേവലം ഭക്ഷണത്തെക്കുറിച്ചുള്ളതല്ല, ഇത് സാംസ്കാരിക ആധിപത്യത്തിന്റെയും സ്നേഹത്തിന്റെ മൂല്യത്തിന്റെയും പ്രതീകമാണ്. പുതിയ അടുക്കള ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഹരീഷ് ചന്ദ്രയുടെ ശ്രമം ഫിർദൌസിന്റെ പ്രതീക്ഷകളെ മാനിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ കാണിക്കുന്നു. എന്നിരുന്നാലും മകൾക്കുവേണ്ടി മാംസാഹാരം ഉപേക്ഷിക്കാനുള്ള ഫിർദൌസിന്റെ തീരുമാനം അവളുടെ സ്വഭാവത്തിന്റെ ധാർമ്മിക ഔന്നത്യം സ്ഥാപിക്കുന്നു. 3. ജഡ്ജിയുടെ വിധി, ദ ജഡ്ജ് എസ് വേർഡിക്റ്റ്. ഈ എപ്പിസോഡിലെ ഏറ്റവും ശക്തവും അസാധാരണവുമായ ഭാഗം ഹരീഷ് ചന്ദ്രയുടെ വിധിയാണ്. ഫിർദൌസ് അദ്ദേഹത്തെ ജഡ്ജിയുടെ റോളിൽ നിർത്തിവിധി പറയാൻ ആവശ്യപ്പെടുമ്പോൾ ഹരീഷ് ചന്ദ്ര തന്റെ ഭാര്യയുടെ യുക്തിപരമായ ബുദ്ധിയെ പ്രശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിധി ഒരൊറ്റ അടുക്കള മാത്രമേ ഉണ്ടാകൂ, ഭക്ഷണത്തിന്റെ മാത്രമല്ല, ഒരു കുടുംബം, ഒരു ഹൃദയം എന്നതിന്റെ പ്രതീകമാണ്. ഈ രംഗം ഹരീഷ് ചന്ദ്ര ഒരു യഥാർത്ഥ പങ്കാളി എന്ന നിലയിൽ തന്റെ അധികാരം, ജഡ്ജിയുടെ അധികാരം ഉപേക്ഷിച്ച് തന്റെ ഭാര്യയുടെ ബുദ്ധിയെ അഭിനന്ദിക്കുകയും നീതിക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനെ കാണിക്കുന്നു. ഉപസംഹാരം: ഹരീഷ് ചന്ദ്രയിൽ യഥാർത്ഥ മനുഷ്യന്റെ പരിചയം ഉണ്ട്. അവർക്കിടയിൽ മനസ്സുകൊണ്ടുള്ള മനസ്സുകളുടെ കൂടിച്ചേരലും എന്നേക്കുമായി നിലനിൽക്കും എന്ന ഫിർദൌസിന്റെ അവസാന ചിന്ത സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനത്തെ പരസ്പരം വിശ്വാസങ്ങളെയും ഓർമ്മകളെയും അതിരുകളെയും ബഹുമാനിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. ഈ ഭാഗം കഥയുടെ ഗുണനിലവാരം വളരെയധികം ഉയർത്തുന്നു. ഫിർദൌസിന്റെയും ഹരീഷ് ചന്ദ്രയുടെയും കൂടിച്ചേരൽ യാദൃശ്ചികമല്ല, മറിച്ച് സമാന ചിന്താഗതിയുള്ള 2 വ്യക്തികളുടെ കൂടിച്ചേരലാണ് എന്ന് ഇത് കാണിക്കുന്നു. എപ്പിസോഡ് 3 സമാപിച്ചു.